നമ്മളുടെ റിസോർട്ടിലേക്ക് എൻട്രി ചെയ്തു. ഇതാണ് നമ്മളുടെ റിസോർട്ട്. നമ്മൾ റിസോർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ റിസോർട്ട്. യെസ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഗസ്റ്റുകളൊക്കെ ഒരുപാട് പേര് പാർക്ക് ചെയ്തിട്ടുള്ള കാണുന്നുണ്ട് വണ്ടികൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിസപ്ഷനിൽ പോയി ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്ത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ചായയൊക്കെ വാങ്ങിച്ചൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് പോകാം. ലഗേജ് എടുക്കാനുള്ള ഒരു സഹായത്തിന് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ 2 വണ്ടിയിലും അതെ നമ്മൾ 2 ആളുണ്ട്. രണ്ടാളാണ് വരുന്നത് ലഗേജ് എടുക്കാൻ. അപ്പോൾ 2 ആൾ നമുക്ക് സഹായത്തിനായിട്ട് വരുന്നുണ്ട്. എടാ, പൂളിൻ്റെ ഇത് സർവീസ് എത്ര മണി വരെ ഉണ്ടാവും? പൂളി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ 8 മണി വരെ. 8 മണി കുറച്ച് അങ്ങോട്ടും കൊണ്ടൊക്കെ നീങ്ങൂലേ? നിങ്ങളെന്തിനാ എല്ലാവരും ഇറങ്ങി വരണം അവിടുന്ന്? ഫാമിലി ബാർബിക്യൂ സ്റ്റേക്കേഷൻ. ഇത് എല്ലാ സൗകര്യം ഉണ്ട്. കിഡ്സ് പ്ലേ ഏരിയ, ഗ്രില്ലിംഗ് ഫെസിലിറ്റി, സൈറ്റ് സീയിങ്, ലോക്കൽ ട്രാൻസ്പോർട്ട് റിക്വയർമെൻറ്റ് അപ്പോൺ റിക്വസ്റ്റ് ആണ്. ഗ്രീൻ ഗേറ്റ് ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2nd ഫ്ലോറിലാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പോയി നോക്കാം. ഇത് ശരിക്കൊരു റിസപ്ഷൻ ഏരിയ ആണ്. അതിൻ്റെ താഴത്തേക്ക് എന്തത്? റെസ്റ്റോറൻറ്റ്. എല്ലാം താഴത്താണല്ലേ. ഇരുന്ന് കളിക്കാനുള്ള സുഖമുണ്ടല്ലേ. ലുഡോ കളിക്കാം. ലുഡോ അല്ലത് വേറെ എന്തോ ആണല്ലോ. അതെ, ലുഡോ. പക്ഷേ ഏരോ വേറെ കാണിച്ചിട്ടുണ്ട്. പാമ്പും കോണിയും കളിക്കാനൊക്കെ ഉള്ളത്. അത് കൂടാതെ റെസ്റ്റോറൻറ്റ് ഇതാണ്. നല്ല സൂപ്പർ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ. റെസ്റ്റോറൻറ്റ് താഴെ കൊടുത്തിട്ടുള്ളത് നല്ല സൗകര്യമുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി വരണം. പുറത്ത് അവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റൂമിലോട്ട് പോയിട്ട് റൂമിലുള്ള കാര്യങ്ങൾ കാണാം. 2nd ഫ്ലോറിലേക്ക് പോകണം. അപ്പോൾ ലഗേജൊക്കെ അവന്മാർ കയറ്റിയതുകൊണ്ട് ഹെൽപ്പായി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം കയറ്റും. ഞാൻ എൻ്റെ ഹാൻഡ് ബാഗേജ് മാത്രം എടുത്തോളൂ. ഒരു 2 പേരല്ല, ഒരു 3 പേര് വന്നിട്ടുണ്ടായത് ലഗേജ് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അത് കാരണം ലഗേജ് എല്ലാം എളുപ്പത്തിൽ കയറി. അപ്പോൾ ഇത് 2 പേര് മൊബൈലിൽ വൈഫൈ നോക്കേ. ഏതാ റൂം? ഒരു റൂം ഇതാണ്. സെക്യൂർ വന്ന ഉടനെ തന്നെ കിടന്നു. അടുത്ത റൂം ഇതാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ എന്താ സാധനം കണ്ടു? എന്താ കണ്ടത്? നമ്മൾ വണ്ടി അവിടെ കിടക്കുന്നത് കാണുന്നു. ഓക്കെ. ഹായ് ബേബി, കം ഓൺ. കൊള്ളാലോ. എവിടെ എൻ്റെ റൂം ഇവിടെ. എനിക്ക് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാനായി. ഓക്കെ, ഇതാണപ്പോൾ മൈ റൂം. ഓക്കെ, എല്ലാതും ഇതൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഓക്കെ ബേബി. ബാത്റൂമിലാണെങ്കിൽ ഡെൻ്റൽ കിറ്റ് കണ്ടില്ല, 2 ഉണ്ട്. അതിൽ എന്നുള്ള ബ്രഷ്. യെസ്, അത് നമുക്ക് വേണ്ട ബ്രഷ് അതിലുണ്ട് ഡെൻ്റൽ കിറ്റിൽ. പിന്നെ സോപ്പ്, 2 സോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസർ, ഒരു ഷാംപൂ, ഓക്കെ, ഒരു ഷവർ ക്യാപ്പ് അതുകൊണ്ട്. പിന്നെ ഇതെല്ലാം അതില്ലേ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 4 ടർക്കി വെച്ചിട്ടുണ്ട് അതിൽ. നല്ല സൂപ്പർ, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
സൂപ്പർ. ഒരു കെറ്റിലുണ്ട്, അതിൻ്റെ കൂടെ ഷുഗർ, അമുൽ ഡയറി ക്രീമർ, അങ്ങനെ ബിസിനസ് മാൻസ് കിറ്റ്, പിന്നെ ഗ്രീൻ കേക്സിൻ്റെ എല്ലാ കോമ്പ്, ചീർപ്പ്, എല്ലാ സാധനങ്ങളും. എന്തത് എക്സ്ട്രാ സ്വിങ് കിറ്റാണ്. സ്വിങ് കിറ്റിൽ എന്താണല്ലോ നോക്കട്ടെ. ഓ, ഇതുവരെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കാരണം തുന്നാനുള്ള ഇതുവരെ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഫോർ യുവർ കെയർ ഓഫ് ബാൻഡേഡ്. ഓ, സൂപ്പറാണല്ലോ. ടാപ്പ് ഇൻ കേസ് എന്താ ഒരു പൊട്ടാണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാനുള്ള ടാപ്പ്, പിന്നെ കോമ്പ്, ചീർപ്പ്. വാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ല സൗകര്യമുണ്ട്. അതെ അതെ ബേബി, ലെറ്റ്സ് ഗോ പൂൾ. ഓക്കെ ഓക്കെ ബേബി. അപ്പം എല്ലാവരും പൂളിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പൂളിലേക്ക് പോകാനുള്ള വഴി. ഡാ അവനവിടെ മുമ്പിൽ. ഹലോ, പൂളിലേക്ക് പോണ വഴി ഈ വഴി എളുപ്പം. ഞാൻ എടുക്കാം. യെസ്, കാല്. ഓക്കെ, ആരും ഇറങ്ങിയിട്ടില്ല. നമ്മൾക്ക് പൂളിലേക്ക് പോകാനുള്ള വഴിയാണ് ചേട്ടൻ കാണിച്ചു തരുന്നത്. വേണ്ടില്ലേ, റൂഫ് ഗാർഡൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവാം. സ്റ്റെപ്പൊക്കെ നോക്കി ഇറങ്ങാൻ. ഓക്കെ എല്ലാവരും? ഓക്കെ ബേബി, ഓക്കെ. അവിടെ ഇപ്പോൾ ലൈറ്റ് ഇപ്പിടാന്ന്. റോഫ് ലൈറ്റ് ഇട്ടു. പൂള്. ഓ, വലിയൊരു പാർട്ടി നടത്താനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. ഓ അതെ, ആഹാ. നോക്കണം, നോക്കിയിറങ്ങേ. അയ്യോ, ആ പോകുമ്പോ അല്ല നായണ്ടേ. ദേ ഇവിടെ ബേബി പൂള് ദേ കാണുന്നു. പൂള് ദേ കാണുന്നു. ബേബിക്ക് ദേ ഓടുന്നു. ബേബി ഓ, ചാലു ഇറങ്ങി. അതെ ആയണ്ടടാ. ഹീറതെ കാലൊക്കെ ഇവിടെ ഇട്ടിരുന്നു. ചാലു വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഹാനിക്ക് ആഴം കൂടും. ഓ, അവിടെ അങ്ങനെ സ്ലോപ്പായിട്ട് വരാനുള്ളതാ മുകളിൽ നിന്ന്. എടാ കുട്ടികളുടേതാ, ഇത് കുട്ടികളുടേതാ. എടാ അതെ എടാ. മുങ്ങി കാണിച്ചേ. ഓ ഹാനി, ഇതേ ബേബി ഇതാ മുങ്ങാൻ പോകുന്നു. ഓ ഈ ബേബി നല്ല തണുപ്പാ. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയടില്ലേ. വെള്ളത്തിൽ ഇറങ്ങാത്ത റഷി വരെ അതവിടെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടില്ല. എടാ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടായിരിക്കും. പോലത്തെ എന്തെങ്കിലും പാസ്സായിട്ട് കളിക്കാം.
ഓക്കെ തള്ളി കൊടുക്ക് പാക്കിന് ബേബി സീ വെള്ളം കുടിക്കണ്ട ഒരാളെ തൊട്ടാല് അവർ രണ്ടുപേരും പൊട്ടന്മാരാണ്. മാറി മാറി അങ്ങനെ എല്ലാവരും തൊട്ടാൽ മതി. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വരണ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിട്ടിരിക്കേ. തനു മാത്രമേ ഉള്ളൂ പേര് നനയാത്ത്. ബാക്കി എല്ലാവരും പോയി. ഒരു ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട് അടിയിൽ. വെള്ളം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. നന്നായി. ആ സൈഡിലും ഉണ്ട് കൂട്ടി വെള്ളം. നമ്മൾ റൂമിൽ വന്ന് ഫ്രഷായി. കാരണം പൂളിൽ നിന്നൊക്കെ വന്ന് ഫ്രഷായി ഞാനും ബേബിയൊക്കെ റെഡിയായി. എല്ലാവരും താഴത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴത്ത് പോയി ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ. എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം പോകാം. ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ രണ്ടാളും ഒരേപോലെ യൂണിഫോം. ഒരാൾ ആ കാറിലുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കയറി നമുക്ക് നേരെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. ബേബി നേരെ അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടില്ലേ. നവറിയുടെ കൂടെ കയറി. അപ്പം ഞങ്ങൾ ബാക്കിയുള്ളവർ മാത്രമായി ഇതിൽ. സാന്നിധ്യണ്ടാ? ഓക്കെ, ലെറ്റ്സ് ഗോ. അടഞ്ഞത് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. നമ്മള് ഖത്തർ BMO ഖത്തർ അതിലാണ് കേറിയിട്ടുള്ളത്. അതെ, നമുക്ക് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. എങ്ങനെയാണ് ഖത്തറിന്റെ റേറ്റ് ആണെന്നുള്ള അറിയില്ലല്ലോ. ഈ റിയാലിലാണെങ്കിലോ നോക്കിയിട്ട്. ബേബി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. 2 ടേബിളിൽ അടുപ്പിച്ചിടാന്നുള്ള പരിപാടിയിലാണ്. എല്ലാവരും നല്ല ഫുഡ് കഴിക്കല്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തി. റൂമിൻ്റെ അടുത്ത് എത്തിയാണ്ടില്ലേ. ഇനി നമ്മൾ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. എല്ലാവരും തിരിച്ച് കയറി. ഓക്കെ, മുകളിലോട്ട് പോട്ടെ. ഓ, ഇവിടെ പൂക്കളൊക്കെ ഉണ്ട്. ഫുഡ് അടിച്ച് വന്നിട്ടേ ഇപ്പന്മാരിത് ഇവിടെ കളിക്കാൻ നിൽക്കേ. ഇവിടെ ക്യാരം ബോർഡ് കളിക്കാനുള്ളത് കൊണ്ട് ഉണ്ടല്ലേ, ചെസ് കളിക്കാനുള്ളതിൻ്റെ അപ്പുറത്ത് പിന്നെ ടേബിൾ ടെന്നീസ് കളിക്കാനുള്ളത്. അതാ ഇതേ സൂചിയർ ഉണ്ടടാ. സൂചിയർ നോക്കി. ഇതിൻ്റെ സൂചി എവിടെ വേണ്ട.
അല്ലല്ല സൂചിയ ഇതിലെന്തോ സൂചി എറിയണം. സൂചി അറിയണതല്ലേ 2 പ്ലെയർ അതുകൊണ്ട്. ഓ ഞാൻ താഴത്ത് പോട്ടെ, ഞാൻ ടയർഡായി. റൂമിലെത്തി. ഇനിയിപ്പോൾ എല്ലാവരും കിടക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് രാവിലെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.